604 നമ്പർ ICUവിലാണ് ഇപ്പോൾ കിടത്തിയിരിക്കുന്നത്. ഡോക്ടർമാരുമായി സംസാരിച്ചു. MRI അടക്കമുള്ള പരിശോധനകൾക്ക് ശേഷം മന്ത്രിയുടെ കഴുത്തിൻ്റെ വലതുഭാഗത്തുള്ള അവിടെയാണ് ഇടിയേറ്റത്. ആ പരിക്ക് കഴുത്ത് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിക്കുമ്പോൾ വേദനയുണ്ടാക്കുന്നു എന്നുള്ളതാണ് മന്ത്രി നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. കഴുത്തിന് നേരെയാണ് ഇടിയുണ്ടായത്. അതുകൊണ്ട് തന്നെ അത് വലിയ തോതിൽ ശരീരത്തെ ആകെ ബാധിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു വനിതാ മന്ത്രിക്ക് നേരെയുള്ള അക്രമം ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇത് പ്രതിഷേധമല്ല, കൊല ചെയ്യാനുള്ള നീക്കമാണ്. നേരത്തെ മന്ത്രി മരണപ്പെട്ടു എന്ന സന്ദേശം നാടിന് നൽകിക്കൊണ്ടാണ് റീത്ത് വെച്ചത്. റീത്ത് വെച്ചതിനെ അന്നത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അംഗീകരിക്കാത്തതാണെന്ന് പറഞ്ഞു. അന്ന് ആ ക്രിമിനലുകളുടെ പേരിൽ നടപടിയെടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ മന്ത്രിക്കെതിരായ വധശ്രമം നടക്കുമായിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ അതിനെ ന്യായീകരിക്കുന്നത് KSU പ്രവർത്തകന്മാർ എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല, മന്ത്രിയുടെ അടുത്തുപോലും എത്തിയിട്ടില്ലെന്നാണ്. ഞാനിവിടെ കാണിക്കുന്ന ഒരു വിഷ്വലുണ്ട്. വിഷ്വൽ കണ്ടാൽ മനസ്സിലാവുമെന്നാണ് തോന്നുന്നത്. ആ വിഷ്വൽ കാണുന്നത് കറുത്ത തുണി മന്ത്രിയുടെ കഴുത്തിന് വലതുഭാഗത്തുള്ള കഴുത്തിന് നേരെയാണ്. ഈ വിഷ്വൽ ഇപ്പോൾ അധികം പുറത്തു വന്നതെന്ന് തോന്നുന്നില്ല. ഇത് വ്യക്തമാക്കുന്നത് മന്ത്രിയുടെ അടുത്ത് തന്നെയായിരുന്നു ഈ ചാവേറുകളിൽ ഒരാൾ, വെള്ള ഷർട്ടിട്ട ഒരാൾ. അത് വളരെ ഈ ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. മന്ത്രിയുടെ അടുത്തുപോലും എത്താത്തയാളെ എങ്ങനെയാണ് മന്ത്രിയെ മർദ്ദിക്കുന്നത് എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജില്ലയിലുള്ള ഈ ചാവേറുകളുടെ മറുപടിയിൽ നിന്നാവാം. പക്ഷെ സത്യം അതല്ല. മന്ത്രിയെ ഫിസിക്കലായി അസാൾട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ ക്രിമിനൽ സംഘത്തിൽ ഒരാളാണ്. അവരെ പിടിച്ച് മാറ്റിയത് കൊണ്ടാണ് മന്ത്രിയെ കൊല്ലാൻ കഴിയാതിരുന്നത്. അപ്പോൾ മന്ത്രിയെ വധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആക്രമണം നടന്നത്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റ പ്രതിഷേധാർഹമാണ് KSU കലാപകാരികളുടെ അക്രമം. ജനാധിപത്യ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനെ ആരും എതിർക്കുന്നില്ല. ഞങ്ങളൊക്കെ മന്ത്രിമാർക്ക് നേരെ കരിങ്കോടി കാണിക്കുന്ന സമരത്തിൽ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ DYFIയുടെയും SFIയുടെയും പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിനിടയിലുള്ള ഈ സമരത്തിൽ പങ്കെടുത്തപ്പോൾ ഞങ്ങൾക്ക് അടിയാണ് കിട്ടിയത് പോലീസുകാരിൽ നിന്ന്. ഒരൊറ്റ മന്ത്രിയും ആക്രമിക്കപ്പെട്ടില്ല. കൂത്തുപറമ്പ് വെടിവെപ്പിനെ തുടർന്ന് അന്വേഷണം നടത്തിയ അന്വേഷണ കമ്മീഷൻ ജഡ്ജി K. പത്മനാഭൻ നായരുടെ റിപ്പോർട്ടിൽ പറഞ്ഞത് DYFIയുടെ പ്രവർത്തകന്മാർ ഒരക്രമവും നടത്തിയിട്ടില്ല. കറുത്ത കൊടികെട്ടാനുള്ള വടി പോലും എടുത്തിട്ടില്ല. നിരായുധരായ ചെറുപ്പക്കാർക്ക് നേരെ വെടിവെപ്പും ലാത്തിച്ചാർജുമാണ് ഉണ്ടായത്. ഇവിടെ അക്രമകാരികളായ KSCക്കാരുടെ നേതൃത്വത്തിൽ വനിതാ മന്ത്രിയെ ആക്രമിക്കുകയാണ് ചെയ്തത്. വധിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് ഉണ്ടായത്. ഇതല്ലേ ദൃശ്യം, ഞാൻ കാണിച്ചതല്ലേ ദൃശ്യം. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യം അതാണ് പ്രധാനമായും ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ ഉന്നയിച്ചത്. അതാണ് കോൺഗ്രസ് നേതാക്കളോട് ദൃശ്യമാണ് വേണ്ടതെങ്കിൽ ഞാൻ മന്ത്രിയുടെ വലതുഭാഗത്ത് കഴുത്തിന് നേരെ കറുത്ത തുണി എടുത്തുകൊണ്ട് വരുന്ന ആ വിഷ്വലുണ്ടല്ലോ, മന്ത്രിയുടെ കഴുത്ത് വലതുഭാഗത്തെ കഴുത്താണ്, അതാണ് കാണുന്നത് ഈ വിഷ്വലിൽ. വിഷ്വൽ ആരെടുത്തു എന്നുള്ളതല്ല. ഒരു കാര്യം വ്യക്തമാണ്, ഈ ചാവേറുകൾ KSU അക്രമകാരികളായ ചാവേറുകൾ ഒരു ടീം മന്ത്രി ഇറങ്ങുമ്പോൾ തന്നെ എൻട്രൻസിൽ വെച്ച്
ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കി. മറ്റൊരു ടീം 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാ കരുതലോടും കൂടി അവിടെ നിൽക്കുകയാണ്, ആക്രമിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി. ഇവിടെ മന്ത്രിയെ കിട്ടിയില്ലെങ്കിൽ അവിടെ വെച്ച് ആക്രമിക്കണം. ഇനി ജില്ലയിൽ ഉടനീളം നടന്ന സംഭവങ്ങൾ നോക്ക്. ഒരു വനിതാ മന്ത്രിയോടാണല്ലോ ഈ അക്രമം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ വനിതാ മന്ത്രിക്ക് നേരെ ഇങ്ങനെയൊരു അക്രമം ആദ്യമായിട്ടാണല്ലോ. കണ്ണൂരിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ വരുന്നു. ഇരിക്കൂറിലെ പരിപാടിയുടെ സ്ഥലത്ത് വെച്ച് അക്രമം ഉണ്ടാവുന്നു. കണ്ണൂരിലെ പരിപാടി കഴിഞ്ഞ് ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്ന വഴിമധ്യേ അവിടെ പതിയിരുന്നവർ മന്ത്രിയുടെ വാഹനത്തിൻ്റെ കൊടി കെട്ടിയ കമ്പി ഒടിക്കുന്നു. മന്ത്രിയുടെ വണ്ടിക്ക് നേരെ ഒട്ടേറെ സന്ദർഭങ്ങളിൽ ഉണ്ടാവുന്നു. ഇനി ഒന്നും വേണ്ട, ഈ വനിതാ മന്ത്രിയെ തുടർച്ചയായി വേട്ടയാടുകയായിരുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് വീടിൻ്റെ ഗേറ്റ് പൊളിച്ച് അകത്ത് കയറി അവിടെ വെച്ച റീത്ത്. ജീവിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ റീത്ത് വെക്കൂല. അപ്പം മന്ത്രി മരിച്ചു. അപ്പം മരിച്ചു എന്ന ഒരു പ്രതീതിയും സന്ദേശവും ഉണ്ടാക്കിയവർക്ക് മന്ത്രിയെ കൊല്ലണം. അപ്പോൾ പിന്നെ പ്രതിപക്ഷ നേതാവിനടക്കം പോയി റീത്ത് വെക്കാം. അപ്പോൾ ഇതൊരു വധശ്രമമാണ്, ആസൂത്രിതമായ വധശ്രമമാണ്. KSUവിൻ്റെ ജില്ലാ പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹമാണ് നേരത്തെ കണ്ണൂർ ജില്ലയിൽ നവകേരള മാർച്ചിൻ്റെ പ്രചരണ ബോർഡുകൾ മുഴുവൻ ജനങ്ങൾ കാണെ നശിപ്പിച്ചത്. അദ്ദേഹത്തോടൊപ്പമുള്ളവർ ചാവേറുകളായി എന്തിനും പോരുന്ന വിധത്തിലുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് മറ്റൊരു ന്യായം കൊണ്ടും മറച്ചു വെക്കാൻ കഴിയില്ല. തീർച്ചയായും ഉണ്ട്. കാരണം നമ്മുടെ നാട് സമാധാന അന്തരീക്ഷം നിലനിൽക്കുകയാണ്. 10 വർഷമായി വർഗീയ കലാപങ്ങൾ പോലുമില്ല. മനുഷ്യൻ സൗഹൃദത്തോടുകൂടി ഇവിടെ ജീവിക്കുകയാണ്. ഈ കലാപാന്തരീക്ഷം തകർക്കണം, പ്രകോപനമുണ്ടാക്കണം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അവർ അണികളെ ഇളക്കി വിടുന്നത്. പ്രതിഷേധിക്കാനല്ല, അക്രമം നടത്താനാണ്, കലാപം നടത്താനാണ് അണികളെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും ഇറക്കി വിടുന്നത്. ഇന്നലെ വൈകുന്നേരം പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ സുധാകരൻ കാട്ടിയതും അതുതന്നെയാണ്. സുധാകരൻ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസുകാർക്കും മറ്റു എതിരായി അസഭ്യം പറയുന്നതിൽ PhD നേടിയ ആളാണ്. പക്ഷെ അദ്ദേഹം നടത്തിയത്, അദ്ദേഹം ആസൂത്രണം ചെയ്ത് അയച്ച ആളുകൾ പോലീസിൽ പിടിക്കപ്പെട്ടതിനെ തുടർന്ന് അവരെ രക്ഷിക്കാനാണ്. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന തന്നെയുണ്ട്. മന്ത്രിയെ വധിക്കാനാണ് പരിശ്രമിച്ചത്. അത് വിഷ്വലിൽ നിന്ന് വ്യക്തമാണ്. ഈ രാവിലെ 10 മണി മുതൽ വിവിധയിടങ്ങളിൽ 7ഓളം പ്രതിഷേധം ഉണ്ടായിരുന്നു. അത് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന മുന്നേ 2 പ്രതിഷേധം നടന്നു. കരിങ്കൊടി പ്രതിഷേധവും നേരിട്ടുള്ളതും. സുരക്ഷാ വീഴ്ച പരിശോധിക്കേണ്ടതുണ്ട് ഇതിൽ പോലീസിൻ്റെ. ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ക്യാമറകളെല്ലാം ഉണ്ട്. ഇവിടുന്ന് ഒരാൾ പാഞ്ഞു വരുന്നു, എന്നെ അടിക്കുന്നു. അത് നിങ്ങളെ വീഴ്ചയാന്ന് പറയാൻ പറ്റുമോ? അല്ല, ഇതില് രാവിലെ 10 മണി മുതൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടട്ടെ. അപ്പൊ അതിനകം അതെ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇന്ദിരാഗാന്ധി എല്ലാ സുരക്ഷാ സംവിധാനത്തിനും ഇടയിൽ വെച്ചാണ് വെടിവെച്ച് കൊന്നത്. ഇത് സുരക്ഷാ വീഴ്ചയല്ല, കലാപകാരികൾ ആസൂത്രിതമായി നടത്തിയ അക്രമമാണ്. അല്ലാതെ സുരക്ഷാ വീഴ്ചയൊന്നും ഇതിൽ കാണാൻ കഴിയില്ല. UDF നേതാക്കൾ പറയുന്നതാണ് നാടകമെന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. ഞാൻ ഈ കാണിക്കുന്നത് കറുത്ത തുണി മന്ത്രിയുടെ വലതുഭാഗത്തെ കഴുത്തിൻ്റെ അടുക്ക് എത്തിയിരിക്കുക. ഇതാ കണ്ടല്ലോ, ഇതാ പോലീസിനും മന്ത്രിയുടെ അടുത്തും അത് ഒരു വെള്ള ഷർട്ടിട്ട ആളാണ് ഓടി വരുന്നത്. അപ്പോൾ ഇതൊരു ആസൂത്രിതമായ പരിപാടിയാണ്. എൻട്രൻസിൽ വെച്ച് മന്ത്രിയെ കിട്ടിയില്ലെങ്കിൽ 3-ാം പ്ലാറ്റ്ഫോമിൽ വെച്ച് മന്ത്രിയെ പിടിക്കണം. മന്ത്രി എവിടെ പോകുന്ന സമയത്ത് പിടിക്കണം. ഇനി അതുമല്ല, മുമ്പ് വിമാനത്തിൽ കയറി മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ പദ്ധതിയിട്ട ക്രിമിനൽ സെറ്റാണ് ഇവർ എന്നതുകൊണ്ട് മന്ത്രി വന്ദേ ഭാരതിൽ കയറുകയാണെങ്കിൽ വന്ദേ ഭാരതിൽ ടിക്കറ്റ് എടുത്ത് ഈ ക്രിമിനൽ സംഘത്തിൽ ഏതാനും ചില ആളുകൾ പിന്തുടരും. കാരണം രാവിലെ മുതൽ താങ്കൾ പറഞ്ഞതുപോലെ രാവിലെ മുതൽ മന്ത്രിയെ വേട്ടയാടാൻ വേണ്ടി തുടരുകയാണ്. എവിടെയെങ്കിലും ഒരിടത്ത് വെച്ച് മന്ത്രിയെ വധിക്കാൻ കഴിയണമെന്നുള്ള ഗൂഢ ഉദ്ദേശമാണ് ഈ ക്രിമിനലുകൾക്ക്.
ഇന്ദിരാഗാന്ധിയെ കൊന്നത് ഏറ്റവും വലിയ സംവിധാനത്തിനടിയിലാണ്. ഒരു മന്ത്രിയെ കൊല്ലാൻ നൂറുകണക്കിന് പോലീസുകാരുടെ മുമ്പിൽ ഒറ്റയൊരാൾ വിചാരിച്ചാൽ സാധിക്കും. മുമ്പ് തലശ്ശേരി റെസ്റ്റ് ഹൗസിൽ എല്ലാ സംവിധാനത്തിനും ഇടയിലായിരുന്നു ഒരു മന്ത്രിക്കെതിരായി ആക്രമണം നടന്നത്. എത്ര സംഭവങ്ങൾ. കണ്ണൂരിലെ അല്ല, അതിപ്പോഴുമുണ്ട്. ഇപ്പോഴും നടക്കുന്ന സംഭവങ്ങളുടെ പിന്നിലുള്ള ഒരു പ്രേരണ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്നാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് പോയവരുടെ ലക്ഷ്യം എന്താ? മന്ത്രിയെ വധിക്കണം. ആ ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നാൽ മാലയിട്ട് സ്വീകരിക്കാൻ കോൺഗ്രസ് നേതാക്കളുണ്ട്. അതാണ് ഇവിടെയുള്ള പ്രേരണ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.